കനത്ത തകർച്ചയിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാര തുടക്കം. ഏഷ്യൻ മാർക്കറ്റിൽ ആകെ ഉണ്ടായ തകർച്ച സെൻസെക്സിലും പ്രതിഫലിച്ചു. സെൻസെക്സ് 1000 പോയിന്റിലധികം ഇടിഞ്ഞു. നമ്മൾ ന്യൂസിൽ കണ്ട പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഓപ്പൺ ആയത് വലിയൊരു നഷ്ടത്തിലാണ്. സെൻസെക്സ് ഒക്കെ ഒത്തിരി പോയിന്റ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റും വലിയൊരു നഷ്ടത്തിലാണ് ഓപ്പൺ ആയത്. സോ ഈ ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത ട്രേഡുകളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ വീക്കിൽ P&L സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 1-ാം തീയതി മുതൽ മാർച്ച് 1 മുതൽ മാർച്ച് 7 വരെയാണ് ഉണ്ടായിരുന്നത്. അതിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം 6,50,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് ഡേയ്സ് 5 ദിവസം ഉണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം ഹോളിഡേ ആയിരുന്നു. നമുക്ക് ബാക്കി 4 ദിവസം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ആ എടുത്ത 4 ദിവസവും നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. നമുക്ക് ഒറ്റ ദിവസം പോലും നഷ്ടം ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ എടുത്തത് യുദ്ധത്തിൻ്റെ സമയത്തിൻ്റെ ഇടയ്ക്കാണ്. എന്നിട്ട് നമുക്ക് 4 ദിവസവും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെ ബാധിച്ചത് പോസിറ്റീവായിട്ടാണ്. അപ്പോൾ യുദ്ധം നടന്നാലും ഇല്ലേലും നമ്മുടെ സ്ട്രാറ്റജിയിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. പൊതുവെ യുദ്ധം പോലെ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിൽ വലിയൊരു നഷ്ടമുണ്ടാകും, ഒരുപാട് പൈസ നഷ്ടമാവും എന്നുള്ളത്. പക്ഷെ അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ശരിയാണ്, അവർക്ക് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മാർക്കറ്റ് ഫാളായി കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ ഡേ ട്രേഡേഴ്സ് ആണ്. നമ്മൾ അന്നത്തെ ദിവസത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ റീഡ് ചെയ്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് മാർക്കറ്റിൽ ബൈ ചെയ്യാൻ മാത്രമല്ല ഷോർട്ട് സെല് ചെയ്യാനും കൂടെ സാധിക്കും. ഇൻ കേസ് മാർക്കറ്റ് നഷ്ടത്തിലേക്ക് വലിയൊരു ഇടിവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് സെല് ചെയ്ത് ലാഭം ഉണ്ടാക്കാനും മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ യുദ്ധം എന്നല്ല, എന്ത് ക്രൈസിസ് ആണെങ്കിലും നിങ്ങൾ മാർക്കറ്റിൽ ഒരു ഫാള് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ട്രേഡ് എടുക്കാണ്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ റീഡ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.